അപ്പോൾ ഹലോ ഹായ്, ഇന്ന് നമ്മൾ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചു. കാരണം ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമ്മൾ വേറൊന്നുമല്ല, ഇതൊരു നെബുലൈസറാണ്. നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ്. ഇതിന് ഫ്രണ്ട് കാണിച്ചു തരാം. മെഷ് നെബു എന്നാണ് ഇതിൻ്റെ പേര്, നെബുലൈസർ. ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നമുക്ക് അറിയാവുന്ന നെബുലൈസർ എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ വലിപ്പമുള്ള നമ്മൾ കറണ്ടിൽ കുത്തുന്ന സൗണ്ട് വരുന്ന നെബുലൈസറാണ്. അത് നമുക്ക് അഡൽട്ടിന് നല്ല യൂസ്ഫുൾ ആണ്. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കത് പാടാണ്. കാരണം നമുക്കറിയാം, കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ സൗണ്ട് കേൾക്കും. അതുകൊണ്ട് നമുക്ക് നെബുലൈസർ വെച്ച് കൊടുക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ കണ്ടിന്യൂസ് കഫൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്ക് നെബ് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളിങ്ങനെ നോക്കിയപ്പോഴാണ് അധികം സൗണ്ട് ഇല്ലാതെ നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന പോർട്ടബിൾ ആയിട്ട് പറ്റുന്ന ഒരു നെബുലൈസർ നമ്മൾ നോക്കിയപ്പോൾ വളരെ അഫോർഡബിൾ ആണ്. നമുക്ക് ഒരു ബാഗിലോ ഒക്കെ നമുക്ക് വെക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ നെബുലൈസർ കണ്ടുപിടിച്ചു. ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തു. ഇത് നമുക്ക് ഇതിൻ്റെ രണ്ട് ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നെങ്കിൽ നമുക്ക് കറണ്ടിൽ കുത്തി യൂസ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇവിടെ കാണാം, നമുക്കിവിടെ ഇതിൻ്റെ കൂടെ ഒരു തരുന്നുണ്ട്. ഇത് നമുക്ക് കുത്തി കണ്ടോ, നമുക്കിത് അഡാപ്റ്ററിലും കുത്തി നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരിത് ഇതിൻ്റെ താഴെ നമുക്കിവിടെ കണ്ടോ ബാറ്ററി ഇട്ട് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ ചാർജ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററി വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത് ഇപ്പോൾ വണ്ടിയിൽ വെച്ചിട്ടോ ഫ്ലൈറ്റിലോ ഒക്കെ വേണമെങ്കിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുണ്ട്, ഇവിടെ ഒരു ഇതുണ്ട്. ഞാനിപ്പോൾ ഞെക്കിയാണ് തുറന്നത്. നമുക്ക് തുറക്കുക. ഇവിടെ നമുക്ക് നമ്മൾ എന്താണോ മരുന്ന്, ബ്യൂഡോക്കോട്ടോ നോർമൽ സലൈനോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിടിക്കാൻ നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത്, കുഞ്ഞിന് കുടിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിവിടെ ഒഴിക്കുക. അതിന് ശേഷം ഇത് അടയ്ക്കുക. എന്നിട്ട് ഇവിടെയുണ്ട് മോഡ്. നമുക്ക് ഇപ്പം ഒരുപാട് നല്ല ഹൈ ആയിട്ട് വേണമെങ്കിൽ ഇവിടെ മോഡ് നീക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മളിവിടെ പ്രസ് ചെയ്ത് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് കിട്ടും. എന്നിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മളിവിടെ ഞെക്കി ഇതൊന്ന് ഓപ്പൺ ചെയ്തിട്ട്, ഞാനിപ്പോൾ ഇത് നോർമൽ സ്ഥലം വെച്ചിട്ടാണ് നമ്മുടെ മോന് പിടിക്കാൻ പോകുന്നത്. അപ്പം ഇന്നൊരു കുറച്ച് എടുക്കാം. ഓക്കെ, ഒരളവുണ്ട്. 2 ml വിത്ത് ഡയല്യൂട്ട് ചെയ്ത് നമ്മൾ ബ്യൂഡോക്കോട്ടോ സാൽബെട്ടമോളോ അങ്ങനെയാണ്, അല്ലെങ്കിൽ നെബ് മാത്രം വെച്ചും പിടിക്കാം. അത് ഡോക്ടറിനോട് ഇതനുസരിച്ച് നമ്മുടെ കുട്ടിയൊക്കെ പറയുന്നതനുസരിച്ച് പിടിക്കാം. ഇത് ക്ലോസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് ബാറ്ററി ഇട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഓക്കെ, പിടിച്ചിട്ട് നമ്മളിപ്പോൾ ഇത് ബാറ്ററി ഇട്ട് ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് നോക്കാം. വേണ്ടോ, ഞാൻ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ഇവിടെ കണ്ടോ നെബ് നമ്മളിപ്പോൾ വരുന്ന കാണുന്നില്ലേ? ഇങ്ങനെ നമുക്ക് കുട്ടിയുടെ മുഖത്ത് ഇങ്ങനെ നന്നായിട്ട് ചേർത്ത് പിടിച്ചു കൊടുക്കാം. സൗണ്ട് ഇല്ല. എസ്പെഷ്യലി കുഞ്ഞു ഭാവിക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമ്മളിത് അറിയാം, മീൻസ് നമ്മൾക്ക് ഇപ്പോഴാണ് നമ്മൾ ഇതിനെക്കുറിച്ച് സൗണ്ട് ഇല്ലാത്ത നമ്മൾ അറിഞ്ഞത്. നേരത്തെയാണ് വളരെ യൂസ്ഫുൾ ആണ്. മോന് പിടിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് പാടുപെടുന്നു. ഈ സൗണ്ട് കാരണം അവനിരിക്കൂല. ഇപ്പോൾ അത് ഓക്കെയാണ്. കണ്ടോ. ദെൻ ഇനി ഞാൻ പറഞ്ഞായിരുന്നു, ഒന്ന് ബാറ്ററി, ഒന്ന് നമുക്ക് കണക്ട് ചെയ്ത് സാധാ പോലെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ബാറ്ററിയുടെ യൂസ്ഫുൾ എന്താണ്, നമുക്ക് ഇടയിലേക്ക് പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റൂലേ പെട്ടെന്ന് അതിന്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ഇത് കണ്ടോ, ഇതൊന്ന് റിമൂവ് ചെയ്ത്, എപ്പോഴാണെങ്കിലും നമ്മൾ കറണ്ട് കുത്തിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബാറ്ററി ഊരി വെക്കണം. ഓക്കെ, എന്നിട്ട് നമുക്കിത് ഊരിയിട്ട് നമുക്കിവിടെ ഒന്ന് കുത്താം. കണ്ടോ, ഇവിടെ നമുക്ക് അതിനുള്ള ഇതുണ്ട്, കണ്ടില്ലേ? ഞാൻ ഇവിടെ കുത്തി. എന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, കാണാൻ പറ്റുന്നില്ലേ? എനിക്ക് തോന്നി ബാറ്ററിയും യൂസ്ഫുൾ ആണ്, ഇങ്ങനെ കുത്തുന്നതും നമുക്ക് നല്ല യൂസ്ഫുൾ ആണ്. എക്സ്പെഷ്യലി ഇതിന് സൗണ്ട് ഇല്ല, അതാണ് ഏറ്റവും വലുത്. കുട്ടികൾക്ക് പിടിക്കുമ്പോൾ അവർക്ക് സൗണ്ട് ഒക്കെ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. നമ്മൾ അവർക്കറിയാതെ ഉറക്കത്തിലൊക്കെ പിടിച്ച് നമുക്ക് 2-3 തവണ വേണമെങ്കിൽ കൊടുക്കാം. ഡോക്ടറിൻ്റെ ഇതനുസരിച്ച് എത്ര എങ്ങനെയാണോ അങ്ങനെ അനുസരിച്ച് നമുക്ക് കൊടുക്കാം. കണ്ടില്ലേ? അപ്പോൾ ഓക്കെ, ഞാനിത് ഇനി എങ്ങനെ വാഷ് ചെയ്യുന്നതാണെങ്കിൽ, ഇത് വാഷ് ചെയ്യാൻ നല്ല ഈസിയാണ് കേട്ടോ. നമുക്കിങ്ങനെ ഇവിടെ ഒരു ബട്ടറുണ്ട് കണ്ടോ, ഇതിലിങ്ങനെ ഞെക്കുക, എന്നിട്ട് ഇത് ഊരുക. കണ്ടോ, എന്നിട്ട് നമ്മൾ ഊരിയെടുത്തേ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഇതിന്റെ കമ്പനി ഒന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. മെഷ് നെബുലൈസർ ആമസോണിൽ നിന്നാണ് നമ്മൾ വാങ്ങിച്ചത്. ഇത് സൗണ്ട് ഇല്ലാത്ത സാധനം ആണ്. അപ്പം ഞാൻ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.